എങ്ങനെയാണല്ലേ നമുക്ക് സ്വന്തം ജീവൻ ഇങ്ങനെ കളയാൻ പറ്റുന്നത്? ചിലപ്പോൾ അതിന് തക്കതായ കാരണങ്ങളുണ്ടായിരിക്കും. അത്രയും ജീവിതം മടുത്തിട്ടായിരിക്കാം. എന്നാലും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ആ സമയത്ത് അവിടെ എത്തിയിരുന്നെങ്കിൽ അവർക്കിങ്ങനെ ചെയ്യാൻ തോന്നും. ഇപ്പം ഈ അടുത്ത് ഷാർജയിൽ നടന്ന 2 മരണങ്ങളെ പറ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അത് നമ്മൾ UAE നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചധികം വേദന ഉള്ളതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ തളർത്തും ആ ന്യൂസ് കേൾക്കുമ്പോൾ. മാത്രമല്ല ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും എല്ലാം ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളാണ്. ഇത് റിലേറ്റഡായിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണാത്തവർ പോയി കാണാം. അതിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും സ്ട്രോങ് ആയിരിക്കുക. വെറുതെ നെഗറ്റീവ് അടിച്ച് ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ഒന്നും ശരിയാവുന്നില്ല എന്ന് പറയാതെ ഫ്യൂച്ചറിൽ ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് നല്ലത് വരാനുണ്ട് എന്ന് വിചാരിച്ച് ഉറച്ച മനസ്സോടെ എല്ലാവരും മുന്നോട്ട് പോവുക. ഞാനിപ്പോൾ എനിക്ക് വേണ്ട ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോകാൻ കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും എനിക്ക് വേണ്ടി കുറച്ചധികം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം എന്നൊരു തോട്ടുള്ള ഒരാളാണ്. വെറുതെ എൻ്റെ ലൈഫ് ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ എനിക്കൊന്നും നേടാനില്ല, എല്ലാം കംപ്ലീറ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും എവിടെ അവസാനിക്കാറില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.